രണ്ടാളുകൾ ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ദിശയിൽ യഥാക്രമം 5 കിലോമീറ്റർ പ്രതി മണിക്കൂർ 5.5 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇവർ തമ്മിലുള്ള അകലം 8.5 കിലോമീറ്റർ ആകാൻ എത്ര സമയം വേണം? രണ്ടുപേര് ഒരേ സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെടുകയാണ്, ഒരേ സമയത്ത്, പക്ഷെ വേഗതകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആപേക്ഷിക വേഗത കാണാം. ഒരേ ദിശയിലാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. ഒരേ ദിശയിലാവുമ്പോൾ വേഗതകളുടെ വ്യത്യാസം എടുക്കണം. വിപരീത ദിശയാണെങ്കിൽ നമ്മൾ ഈ വേഗതകൾ കൂട്ടണം. ഇവിടെ ഒരേ ദിശയാണ്, അപ്പോൾ ആപേക്ഷിക വേഗത 5.5 5 കുറച്ചു 0.5 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇനി നമുക്ക് അകലം തന്നത്, അതായത് ദൂരം എത്രയാണ്? 8.5 കിലോമീറ്റർ. ഈ രണ്ട് ആളുകളും തമ്മിൽ 8.5 കിലോമീറ്റർ അകലം വരണമെങ്കിൽ എത്ര സമയം വേണം? സമയം കാണാൻ ദൂരം ബൈ വേഗത. ദൂരം 8.5 കിലോമീറ്ററാണ് ബൈ വേഗത. ഈ ആപേക്ഷിക വേഗത എടുക്കണം. എത്ര? 0.5. 8.5 ബൈ 0.5. ഇവിടെ അംശത്തിൽ ഒരു ദശാംശ സ്ഥാനം, ഛേദത്തിലും ഒരു ദശാംശ സ്ഥാനം. അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ നമുക്ക് ദശാംശം ഒഴിവാക്കാം. അപ്പോൾ ഇതെന്ത് വരും? 85/5 ഹരിക്കുമ്പോൾ 17 മണിക്കൂർ എന്ന് വരും. സമയമാണ് അപ്പോൾ മണിക്കൂർ. 17 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ വ്യക്തികൾ തമ്മിലുള്ള അകലം എത്രയാവുക? 8.5 കിലോമീറ്റർ ആകുക.